IIT കിട്ടി എന്ന് പറഞ്ഞപ്പം ഒരുപാട് പേര് ഭയങ്കര സന്തോഷത്തിൽ മെസ്സേജൊക്കെ ചെയ്തായിരുന്നു. അന്ന് എനിക്ക് ഇത്ര വലിയ സന്തോഷമൊന്നുമില്ല. എനിക്ക് അങ്ങനെ വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു പോകുന്നതിനെ പറ്റി. അങ്ങോട്ട് എത്തണം, അതിങ്ങനെ ഹൈപ്പ് കൊടുക്കും. അതിന്റെ ഇടയ്ക്ക് കല്യാണം കഴിക്കാൻ നാട്ടിൽ വന്നിട്ട് പിന്നെ തിരിച്ചു പോയില്ല. ഞാനതൊന്ന് ഡ്രോപ്പ് ചെയ്തു. എന്റെ ലഗേജ് പോലും എടുക്കാതെ ഞാൻ വന്നേ. അങ്ങനെ വന്നതിന് ശേഷം പിന്നെ ഞാനൊരു ചെറിയ ജോലിയിലൊക്കെ കയറി വർക്ക് അറ്റ് ഹോം ആയിരുന്നു. അതിന് കൂടെ ഞാൻ ശൈലത്തിന്റെ ഓൺലൈൻ നമുക്ക് വളരെ സൗകര്യപ്രദമായി വരികയാണ്. ലൈവ് ഒന്നും കണ്ടിട്ടില്ല ഞാൻ, റെക്കോർഡ് ക്ലാസ്സസ് ആയിരുന്നു കൂടുതൽ കണ്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ടൈമിങ്ങിനൊക്കെ അനുസരിച്ച്. 2024 പ്രിലിംസ് എക്സാമിന് ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ അറിയുന്നത് ഞാനൊരു കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ് പോകുന്നത്. നമുക്ക് സിലബസ് കവർ ചെയ്യാൻ ടൈമില്ല, അതുകൊണ്ട് കുഞ്ഞാവുന്നതിന് മുന്നേ സിലബസ് അങ്ങ് തീർക്ക്. ഞാൻ എൻ്റെ ഡെലിവറിക്ക് പോകുന്ന തലേദിവസം വരെ പഠിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ ഇങ്ങനെ റിവൈസ് ചെയ്ത് കിടന്നിട്ട് മൊബൈലിലൊക്കെ ഇങ്ങനെ ക്വിസൊക്കെ എടുക്കും. കുട്ടി സംസാരിക്കാനായിട്ട് തുടങ്ങുമ്പോ ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 17 ഒന്ന് ചോദിച്ചു നോക്കണം, എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അതൊക്കെ ഞാനിപ്പോ കണ്ടോണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് മറ്റൊരു സൂപ്പർ വുമൺ. എനിക്ക് ഇനി മോട്ടിവേഷൻ ചോദിച്ചിരുന്ന ആളുകളോട് ഞാൻ ഇതിന്റെ ലിങ്ക് അയച്ചു തരാം. അതിനപ്പുറം എനിക്ക് നിങ്ങളെ പ്രത്യേകിച്ച് മോട്ടിവേറ്റ് ചെയ്യാനൊന്നുമില്ല. സാറിനെ സപ്പോർട്ട് ഞാൻ പറയേണ്ട കാര്യം തന്നെയാണ്. എനിക്ക് സാറിന്റെ ക്ലാസ്സസ് കാണുന്നത് എനിക്ക് വളരെ മോട്ടിവേഷൻ ആയിരുന്നു. മിക്കവാറും പൊളിറ്റിയുടെ ക്ലാസ് തന്നെ ആയിരിക്കും. അല്ലാണ്ട് ഞാൻ ഒരുപാട് ക്ലാസ്സസ് കാണുന്ന ആളല്ല, പക്ഷെ സാറിന്റെ ക്ലാസ്സും കാണുമായിരുന്നു. ഹായ് ഓൾ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു അച്ചീവറിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു സെഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ പുതിയൊരു അച്ചീവർ എന്ന് പറയുമ്പോൾ സൈലത്തിന്റെ കൂടെ കൂടിയതിനു ശേഷം ഒരുപാട് അച്ചീവേഴ്സിനെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഓരോ അച്ചീവറിനോട് സംസാരിക്കുമ്പോൾ നല്ലൊരു പുസ്തകം വായിക്കുന്ന പോലെയാണ്. മലയാള സിനിമയുടെ അവസാനം എഴുതി വെക്കുന്ന പോലെ ശുഭം എന്ന് പറയുന്ന ഒരു ഹാപ്പി എൻഡിങ് ആയിരിക്കും എല്ലാ അച്ചീവറിനും പറയാനുള്ളത്. അവരുടെ കരിയറിന്റെ ഒരു തുടക്കമാണെങ്കിൽ കൂടെ ആ കഷ്ടപ്പാട് നല്ലൊരു റിസൾട്ടിലേക്ക് എത്തി. അപ്പൊ അങ്ങനെ ഒരുപാട് മനോഹരമായിട്ടുള്ള അനുഭവങ്ങളും ഒരുപാട് കഷ്ടപ്പാടുകൾ നിറഞ്ഞ അതിമനോഹരമായിട്ടൊരു കഥയായിട്ടാണ് നമ്മുടെ കൂടെ ഈ പുതിയ അച്ചീവർ വന്നിരിക്കുന്നത്. അപ്പൊ ഈ അച്ചീവറിനെ പറ്റി പറയുമ്പോൾ ഞാൻ കുറച്ച് ദിവസം മുന്നേ വായിച്ചു തീർത്ത ഒരു നോവലുണ്ട്, കമ്പിളിക്കണ്ടത്തെ കൽവർണികൾ. എന്തുകൊണ്ടും അതിലെ ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളില് തറഞ്ഞു നിൽക്കുന്ന ചില അനുഭവങ്ങൾ, ചില സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പൊ അതില് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അസാധ്യമാണെന്ന് തോന്നുന്നതിനെ കഠിനാധ്വാനം കൊണ്ട് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക എന്ന് പറയുന്നത്. അത് അപ്പോഴേ കുറിച്ച് വെച്ചൊരു കാര്യമാണ്. അത് ഇത്ര പെട്ടെന്ന് ഉപയോഗിക്കേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പലരും അസാധ്യം എന്ന് തോന്നി നിർത്തി പോകേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ട്, ആള് മാത്രമല്ല ആളുടെ ഫാമിലി, ആളുടെ ഹസ്ബൻഡിന്റെ ഫാമിലിയും പിന്നെ ഒരു കുഞ്ഞു കുട്ടിയും എല്ലാവരും കൂടെ ചേർന്ന് കഷ്ടപ്പെട്ട് കഠിനാധ്വാനം നേടിയെടുത്ത ഒരു കഥയാണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത്. അപ്പൊ അച്ചീവറിനെ നമുക്ക് വളരെയധികം സന്തോഷത്തോടെ അഭിമാനത്തോടെ സ്വാഗതം ചെയ്യാം. സൽവ, അപ്പൊ പറഞ്ഞോളൂ, ആരാണ്, എന്താണ്, എന്ത് കിട്ടി? എൻ്റെ പേര് സൽവ നൗറീൻ. ഞാൻ കോട്ടയ്ക്കൽ പ്രദേശത്താണ് വരുന്നത്. ഞാനിപ്പം ടാക്സ് അസിസ്റ്റന്റ് CBSE ഡിപ്പാർട്ട്മെന്റ് SSC-CGL വഴി ക്വാളിഫൈ ചെയ്തിട്ട് ഇരിക്കുക. എന്തുകൊണ്ടാണ് ഈ ഒരു അച്ചീവറിന്റെ വീഡിയോ, നിങ്ങൾ പല അച്ചീവേഴ്സിന്റെ വീഡിയോ കണ്ടു, എന്തുകൊണ്ടാണ് ഈ അച്ചീവറിന്റെ വീഡിയോ ഇത്ര വൈകിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വൈകി വന്ന ഒരു വസ്തുതയാണ്. ആദ്യമായിട്ട് ഞാനും സൽവയും തമ്മിൽ സംസാരിക്കുന്നത്, സൽവ നമ്മുടെ ഓൺലൈൻ ബാച്ചിലെ ബാച്ചിലെ സ്റ്റുഡന്റ് ആയിരുന്നു. ആദ്യമായിട്ട് എനിക്കൊരു മെസ്സേജ് അയക്കുന്നത് 2024 ഡിസംബർ തുടക്കത്തിലാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. അപ്പൊ ആദ്യത്തെ മെസ്സേജ് വളരെ പോസിറ്റീവ് ആണ്. ഹായ്, ഞാൻ ടയർ 1 ക്ലിയർ ആയി, ക്ലാസ്സുകളൊക്കെ എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയി, ടയർ 2 എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാമോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു മോക്ക് ടെസ്റ്റ് എടുത്ത് പറഞ്ഞാട്ടെ, ഈ ഏരിയ പറഞ്ഞാട്ടെ, അതിനനുസരിച്ച് സജഷൻ പറഞ്ഞുതരാം. അങ്ങനെ 2024 ഡിസംബറിൽ തുടങ്ങി. 25 എനിക്ക് മെസ്സേജ് വന്നു, മെയിൻസ് എഴുതി നല്ലപോലെ പോകുന്നുണ്ട്, ഹാപ്പിയാണ്, കിട്ടുമെന്ന് വിചാരിക്കുന്നു. റിസൾട്ട് വന്നപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു, ക്ലിയർ ആയിട്ടില്ല, പക്ഷെ ഞാൻ നിർത്തില്ല, മുന്നോട്ട് വന്നതിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്കിപ്പോഴും മെസ്സേജ് പറഞ്ഞിട്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണ് എനിക്ക് പഠിത്തം ബുദ്ധിമുട്ടായത്. അപ്പോൾ പനിയോ ചുമയാണെന്ന് ഞാൻ വിചാരിച്ചു, പോട്ടെ. അടുത്ത പിന്നെ ഓൾമോസ്റ്റ് എല്ലാ മാസവും നമ്മളിങ്ങനെ മെസ്സേജ് പോകുന്നുണ്ട്, പരീക്ഷയുടെ കാര്യം, പിന്നെ GK ആണ് ആൾക്ക് പാടുള്ളത്, ഞാൻ പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. അപ്പൊ അങ്ങനെ ആ ഒരു ബന്ധം മുന്നോട്ട് പോയി. പിന്നെ ഒരു ടയർ 1 കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് മെസ്സേജ് വന്നു, നല്ലപോലെ പോയി, ഞാൻ ക്ലിയർ ആവും. ഇതിനിടയ്ക്ക് കുറച്ച് വിഷമം പറയുന്ന ഭാഗങ്ങളുണ്ട്, എന്നാലും ആളെ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാറുള്ളത്. ടയർ 1 കഴിഞ്ഞു, ടയർ 2 കഴിഞ്ഞു, എനിക്ക് ജോലി കിട്ടും ഉറപ്പിച്ചു. അപ്പൊ ഞാൻ ഉറപ്പിച്ചു, ഓക്കെ, 1.5 വർഷത്തോളം നമ്മോട് സംസാരിക്കുന്ന ഒരാളാണ്, ജോലി കിട്ടുന്നുണ്ട്. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു, എനിക്ക് ജോലി കിട്ടിയിട്ടില്ല, ഞാൻ ലിസ്റ്റിലില്ല. നമ്മളോട് സംസാരിക്കാൻ വരുമ്പോൾ എല്ലാവരും ഉദ്ദേശിക്കുന്നത് ഒരു മോട്ടിവേഷൻ കിട്ടുന്നതാണ്. പക്ഷെ ചില പോയിന്റിൽ നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആയി പോകും. അപ്പൊ നിന്റെ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഡൗൺ ആയി പോയില്ല. കാരണം
നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഇത്രയും സംസാരിച്ചിട്ടുള്ള ഒരു ആത്മബന്ധം ഉണ്ടല്ലോ, കിട്ടും എന്ന് വിചാരിച്ചു, കിട്ടിയില്ല. അപ്പൊ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം എനിക്ക് വീണ്ടും നോട്ടിഫിക്കേഷൻ വന്നു, സൽവാനൂടെ. ഞാൻ മെസ്സേജ് തുറന്നില്ല. ഞാനിപ്പോ ആളോട് പറഞ്ഞു, കാരണം എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. പിന്നെ മോട്ടിവേറ്റ് ചെയ്യാനൊരു ധൈര്യം എനിക്കില്ല. കുറച്ച് ആലോചിച്ചു, എന്തൊക്കെ പറയാമെന്ന് ആലോചിച്ചു, എന്തൊക്കെ ഫ്യൂച്ചർ പ്ലാൻ, എന്തൊക്കെ മാറ്റങ്ങൾ ആലോചിച്ചിട്ട് മെസ്സേജ് തുറന്നപ്പോ ഒരു രാത്രിയിലാണ് അല്ലെ, എനിക്ക് 8-9 സമയത്ത് മെസ്സേജ് വന്നത്. വളരെ ഹാപ്പി ആയിട്ടുള്ള അത് പറയുമ്പോ എത്രത്തോളം നിങ്ങൾക്ക് കിട്ടും എന്നറിയില്ല. എനിക്ക് ജോലി കിട്ടി, എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. എങ്ങനെയാണ് ആദ്യത്തെ ലിസ്റ്റിൽ കിട്ടാത്ത ജോലി പിന്നെ കിട്ടിയതെന്ന് പറയാമോ? എനിക്കായിട്ട് SSC പുതിയ സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്ത പോലെയായി. ഫിക്സ് ആൻഡ് ഫ്ലോട്ട് വന്നതോടെ അവസാനം ഇൻക്ലൂഡഡ് ആയ 500-ൽ താഴെയുള്ള കുട്ടികളിൽ ഒരാളായിട്ട്, ഓൾ ഇന്ത്യയിൽ ഒരാളായിട്ട് ഞാൻ അങ്ങ് കയറിപ്പോയി. ആദ്യത്തെ ലിസ്റ്റ് നോക്കുമ്പോൾ ഞാൻ വളരെ പ്രതീക്ഷയിലാണ് നോക്കിയ. എനിക്ക് റോ സ്കോർ 312. അപ്പം ഞാൻ ഉറങ്ങി എണീറ്റിട്ടാണ് കാണുന്നത്. അപ്പം ഞാൻ എടുത്ത് നോക്കുമ്പം ആദ്യം കട്ട് ഓഫാണ് നോക്കിയത്. അപ്പം 312-ൽ OBC കാറ്റഗറിയിൽ OS-നും പ്രിവെൻറ്റീവ് ഓഫീസറിനൊക്കെ ക്ലിയറാണ്. അപ്പം ഞാൻ ഉറപ്പിച്ച് ലിസ്റ്റ് നോക്കുമ്പോൾ പേരില്ല. അതെനിക്ക് ഭയങ്കര ട്രോമാറ്റിക്കായി. ഇതെന്താ ഞാൻ പഠിച്ച് ഇവിടെ എത്തിയിട്ട് എനിക്കിതിലില്ലല്ലോ എന്നുള്ളൊരു ലക്ക് ഫാക്ടർ എന്നെ അപ്പോഴാണ് ഹിറ്റ് ചെയ്യുന്നത് മര്യാദയ്ക്ക്. അതുവരേക്കും എനിക്ക് അതിനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അങ്ങനെ ഇരുന്നിട്ട് പിന്നെ പെട്ടെന്ന് ഞാനന്ന് കരഞ്ഞതിൻ്റെയും അന്ന് സങ്കടപ്പെട്ടതിൻ്റെയും അതങ്ങനെ ഒരു എന്താ പറയുക, മധുരം കൂട്ടാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു പഠിച്ചോൻ അന്ന് അങ്ങനെ തന്നെ. ഇപ്പം എനിക്കത് റിവൈസ് ചെയ്ത് വന്നപ്പോൾ ഇരട്ടി മധുരമായി. ഈ ഫിക്സ് ആൻഡ് ഫ്ലോട്ട് സിസ്റ്റം പലർക്കും ഇപ്പോഴും അറിഞ്ഞുകൂടാ. SSC കൊണ്ടുവന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള മാറ്റങ്ങളിൽ ഒരെണ്ണമാണത്. ഇതുപോലെ വിചാരിക്കാത്ത നിമിഷങ്ങളിൽ സന്തോഷം നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു സാധനമാണ്. അപ്പോ ആളെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനു മുന്നേ ഒരുപാട് കാര്യങ്ങൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ആളുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകും. പിന്നെ ഭയങ്കര എന്താ പറയുക, നമ്മുടെ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നിർത്താൻ ഗാന്ധി എടുത്ത തീരുമാനം ഉണ്ടല്ലോ, അതുപോലത്തെ ചടുലമായിട്ടുള്ള തീരുമാനങ്ങളും നീക്കങ്ങളും ഒക്കെ ലൈഫിൽ എടുത്തിട്ടുള്ള ആളാണ്. അപ്പൊ ആ കാര്യങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. എന്താ പഠിച്ചത്? ഞാൻ 2022 പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MSc ഫിസിക്സ് പാസ് ഔട്ടാണ്. BSc അവിടെ ചെയ്ത് MSc അവിടെ ചെയ്ത് ഇൻ്റഗ്രേറ്റഡ് PG ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗേറ്റ് ക്വാളിഫൈ ചെയ്ത് IIT ഖരഗ്പൂരിൽ ഞാൻ M.Tech ജോയിൻ ചെയ്തു, ക്രയോജനിക് എഞ്ചിനീയറിംഗ്. അങ്ങനെ ജോയിൻ ചെയ്തിട്ട് 6 മാസം ഫസ്റ്റ് സെമസ്റ്റർ റിസൾട്ട് വന്നു. ആ ഒരു വെക്കേഷന് നാട്ടിൽ വന്നിട്ട് പിന്നെ ഞാൻ തിരിച്ചു പോയില്ല. ഞാനതങ്ങ് ഡ്രോപ്പ് ചെയ്തു. എന്റെ ലഗേജ് പോലും എടുക്കാതെ ഞാൻ വന്നേ. അതെല്ലാം അവിടെ ഇട്ട് ഞാൻ ഇനി പോകുന്നില്ല എന്ന് പറഞ്ഞു. IIT കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടാണെന്ന കാര്യം നമുക്കറിയാം. IIT ഖരഗ്പൂർ കിട്ടുക എന്നുള്ളത് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്നുള്ളത് ആ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിട്ടുള്ള കുറച്ചുള്ള ആളുകൾക്ക് അറിയാം. അപ്പൊ അവിടെ കിട്ടിയിട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു. പല കാര്യങ്ങൾ കൊണ്ട് ആൾ കംഫർട്ടബിൾ അല്ലായിരുന്നു. ആള് നിർത്തി, ആള് വന്നു. അപ്പോ ഈ ചോദ്യത്തിന് ഉത്തരം എനിക്കറിയാം, എന്നാലും ചോദിക്കാണ്. എല്ലാവരും അത് ഓക്കെ ആയിട്ട് എടുക്കില്ല. കാരണം IIT കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് പ്രഷർ ഉണ്ട്. കിട്ടിയത് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രഷർ എത്രത്തോളം നമുക്ക് ചിന്തിക്കാം. എങ്ങനെയാ ആ പ്രഷർ ഉണ്ടായിരുന്നു? എങ്ങനെയാ അതിനെ ഹാൻഡിൽ ചെയ്ത്? ആരൊക്കെയാണ് കൂടെ നിന്നെ? IIT കിട്ടി എന്ന് പറഞ്ഞപ്പം ഒരുപാട് പേര് ഭയങ്കര സന്തോഷത്തിൽ മെസ്സേജൊക്കെ ചെയ്തായിരുന്നു. അന്ന് എനിക്ക് ഇത്ര വലിയ സന്തോഷമൊന്നുമില്ല. എനിക്കങ്ങനെ വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു പോകുന്നതിനെ പറ്റി. പിന്നെ ഞാനൊരു പ്രഷറിലാണ് ഞാൻ പോയത്. എല്ലാവരും അറിഞ്ഞു, അപ്പോൾ പോവാമല്ലോ. അങ്ങനെ പോയി അവിടുത്തെ പ്രഷറും അവിടുത്തെ ബുദ്ധിമുട്ടുകളും കണ്ടപ്പം ഞാൻ ആലോചിച്ചു, നാട്ടിൽ വന്ന് എന്തായാലും എനിക്ക് ഉറപ്പാണ് എൻ്റെ ഫാമിലിയും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയും അതിനെപ്പറ്റി വലിയ ഡിസ്കഷൻസ് ഒന്നും വെക്കില്ല. അതിൻ്റെ ഇടയ്ക്ക് കല്യാണം കഴിക്കാൻ നാട്ടിൽ വന്നിട്ട് പിന്നെ തിരിച്ചു പോയില്ല. അപ്പോൾ അത് അവിടെ ഏറ്റവും അടുത്തുള്ള സറൗണ്ടിങ്സിലുള്ള ആൾക്കാരുടെ നിന്ന് എനിക്ക് പ്രഷർ ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. ബാക്കിയുള്ളവർക്ക് നിന്നുള്ള ചോദ്യങ്ങൾ ഭയന്ന് ഞാൻ ഇത്രയും വലിയ പ്രഷർ ഇപ്പുറത്ത് 2 ഭാഗം കൂടെ ബാലൻസ് ചെയ്യാൻ നോക്കുമ്പോൾ എനിക്ക് തോന്നി ഈ ഭാഗത്താണ് പ്രഷർ കൂടുതൽ. ഇവിടെ നിൽക്കുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ട്, കഴിഞ്ഞ് പ്ലേസ്മെൻ്റ് സമയത്തുള്ള ബുദ്ധിമുട്ട്, കിട്ടിയില്ലെങ്കിൽ അപ്പോഴത്തെ ചോദ്യം. അപ്പോൾ പിന്നെ അതിലും ഭേദം എൻ്റെ ഫീൽഡിലേക്ക് ഞാൻ തിരിഞ്ഞു പോകുന്നതാണെന്ന് ഉറപ്പിച്ചിട്ട് തിരിച്ചു പോകുന്നതാണ്. അങ്ങനെ തിരിച്ചെത്തി. അപ്പോൾ ഇത് കൂടാവുന്ന അച്ചീവേഴ്സിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് വീട്ടുകാരിൽ നിന്ന് കിട്ടിയ ഒരു സപ്പോർട്ട്. അപ്പൊ ഈ സെൽഫ് മെയ്ഡ് എന്നൊക്കെ പലരും പറയുമെങ്കിലും ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റിൽ നമ്മളെ താങ്ങി നിർത്തുന്ന വൻമരങ്ങളായിട്ട് നമ്മുടെ ഫാമിലി കൂടെയുണ്ട്. ആളുടെ ഫാമിലിയും കൂടെ വന്നിട്ടുണ്ട്. നമ്മളോട് കുറച്ച് കഴിയുമ്പോൾ ആൾ സംസാരിക്കും. എപ്പോഴാണ് അപ്പൊ SSCയിലേക്ക് ഒരു മാറ്റം, SSC പഠിക്കാമെന്ന് തീരുമാനം? ഞാൻ PG പഠിക്കും വരേക്കും എനിക്കിതിനെ കുറിച്ച് അറിയില്ല. 2022 ഞാൻ മെയ്യിൽ ക്ലാസ് കഴിഞ്ഞ് എത്തിയതിന് ശേഷം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും SSC അപ്ലൈ, അതിന് മുന്നേ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ കൂടെ അപ്ലൈ ചെയ്തതാണ്. അപ്പോൾ അവരൊക്കെ കോഴിക്കോട് നിന്ന് എക്സാം എഴുതുന്നു. അപ്പം ഞാനും വരാം
എന്ന പ്ലാനിൽ വന്ന് എഴുതി. അന്ന് എഴുതിയപ്പോൾ എനിക്ക് 109 മാർക്ക്. ഒരു ബിഗിനർ ആയിരുന്നില്ല അത്. അത് എനിക്ക് അറിയില്ല, അന്ന് ആദ്യമായിട്ട് എഴുതാൻ ഞാൻ, അല്ലാണ്ട് അതൊക്കെ അറിയുന്നതല്ലേ. അങ്ങനെ GK ഒക്കെയാണ് പ്രശ്നം, ഇംഗ്ലീഷ് എനിക്ക് ഓൾറെഡി അറിയുന്നതായിരുന്നു. അപ്പോൾ GK ആണ് എനിക്ക് ബുദ്ധിമുട്ട്. ഞാൻ സാറിനെ മാത്രമേ അങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ അന്ന് എഴുതി. അപ്പൊ അങ്ങനെ അന്ന് വളരെ കുറഞ്ഞ കട്ട് ഓഫ് അല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഒരുപാട് വേക്കൻസി. അപ്പൊ അതിനടുത്തുനിന്ന് പോയി എന്ന് കണ്ടപ്പം എനിക്കൊരു സ്പാർക്ക് അടിച്ചായിരുന്നു. പിന്നെ 2023 എഴുതി. അന്ന് എഴുതുമ്പോഴും ഞാൻ വേറെ കോച്ചിങ്ങോ ഒന്നുമില്ല, പക്ഷെ മോക്ക് ടെസ്റ്റുകൾ എടുക്കുമായിരുന്നു. കുറച്ച് മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ടാണ് പോയത്. അന്ന് എനിക്ക് 128 മാർക്ക് കിട്ടി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ IIT ഡ്രോപ്പ് ചെയ്യുന്നു. അപ്പോൾ IIT ഡ്രോപ്പ് ചെയ്യുമ്പോഴും അതിൽ പഠിക്കുമ്പോഴേ ഇതിൻ്റെ റിസൾട്ട് വരുന്നു. അപ്പോൾ എനിക്ക് ഇത് അടുത്തടുത്താണ് വരുന്നത്. അപ്പം ഞാൻ ഓർത്തു ഇത് നിർത്തിയാലും എനിക്ക് അവിടെ പോയി പഠിക്കാമെന്നൊരു പ്ലാനിലുണ്ടായിരുന്നു. അങ്ങനെ വന്നതിന് ശേഷം പിന്നെ ഞാനൊരു ചെറിയ ജോലിയിലൊക്കെ കയറി വർക്ക് അറ്റ് ഹോം ആയിരുന്നു. അതിന് കൂടെ ഞാൻ സൈലത്തിൻ്റെ ഓൺലൈൻ നമുക്ക് വളരെ സൗകര്യപ്രദമായ കാര്യമാണ്. അപ്പോൾ അതിന് കൂടെ എനിക്ക് ഇത് ബാലൻസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്തത്. അതായത് ആദ്യത്തെ ബാച്ചില് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളും ആദ്യം തുടങ്ങിയ റെഗുലർ ബാച്ചുകളിൽ ഒരെണ്ണമാണ്. പക്ഷെ ഒരു ലൈവിനും ആളെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഈ ഒരു പറഞ്ഞ കാര്യമാണ് ഓൺലൈൻ ബാച്ചുകളിലെ ഏറ്റവും വലിയ ഗുണം, ജോലി ചെയ്യുന്ന ആളുകൾക്കും നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള സമയത്ത് കാണാം. ഓൺലൈൻ ബാച്ചുകളിലെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്, നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള സമയത്ത് കാണാം. പലരും കംഫർട്ടബിൾ ആയിട്ടുള്ള സമയം കണ്ടെത്താറില്ല. അപ്പോൾ പലപ്പോഴായിട്ട് ഓരോ ക്ലാസ്സിലും മുമ്പ് പരാതികൾ, പ്രശ്നങ്ങൾ പറയുന്നവർ മനസ്സിലാക്കുക, കഷ്ടപ്പാടിക്കൂടെയാണ് ഓരോരുത്തരും ഇതിനകത്തേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ആള് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ആദ്യം ഞാൻ ഒറ്റയ്ക്ക് പഠിച്ച സമയത്ത് ഞാൻ മോക്ക് ടെസ്റ്റുകൾ എടുത്തിട്ട് പോയിട്ടുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. എത്രത്തോളം പ്രീവിയസ് ക്വസ്റ്റൻസ് മോക്ക് എടുക്കാൻ പറ്റും നിങ്ങൾക്ക് അങ്ങനെ നോക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ പറ്റുമെങ്കിൽ, പക്ഷേ ഈ പറഞ്ഞ പോലെ നിങ്ങൾ നിങ്ങളുടേതായിട്ട് ഭാഗത്തുനിന്ന് ഉത്തരവാദിത്തം കാണിക്കണം. കല്യാണം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കഥയിലേക്ക് നമ്മൾ വരാം. ആള് സമയം കണ്ടെത്തി ജോലിയുടെ കൂടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു 95%, 5% ഞങ്ങൾ എടുക്കുവാണെ 95% ക്രെഡിറ്റും ആൾക്ക് തന്നെ കൊടുക്കുക. സൈലത്തിന്റെ ക്ലാസ്സുകൾ ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് പറയാമോ? ഞാൻ 128 വരെ ഞാൻ എത്തിച്ചു. അത് കഴിഞ്ഞിട്ടൊരു കയറ്റം പോസിബിൾ അല്ലായിരുന്നു. ഇതൊരു എക്സ്പെറൻഷ്യൽ കർവാന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ പോയാൽ പിന്നെ അത് ഭയങ്കര പാടായിരിക്കും. അപ്പോഴാണ് ഞാൻ ക്ലാസ്സിനെ കുറിച്ച് ചിന്തിച്ചത്. അങ്ങനെയാണ് സൈലം എടുക്കുന്നത്. എനിക്ക് ബേസിക് കുറച്ചൊക്കെ അറിയായിരുന്നു, എന്നാലും കുറേ ട്രിക്സും ടിപ്സും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയത് സൈലത്തിൻ്റെ ക്ലാസ്സായിരുന്നു. ഞാനങ്ങനെ റെഗുലർലി ലൈവ് ഒന്നും കണ്ടിട്ടില്ല. ഞാൻ റെക്കോർഡ് ക്ലാസ്സസ് ആയിരുന്നു കൂടുതൽ കണ്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ ടൈമിങ്ങിനൊക്കെ അനുസരിച്ച്. അതിൽ വെച്ചിട്ട് ഞാൻ ഷാനിബ മാമിൻ്റെയും ഗോകുൽ സാറിൻ്റെയും സാറിൻ്റെയും ഒക്കെ ക്ലാസ്സുകൾ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത് കണ്ടത് സാറിൻ്റെ ക്ലാസ്സാണ്. ഞാൻ GK ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ്, എനിക്ക് പഠിക്കുന്നത് ഇഷ്ടമില്ലാത്ത ആളാണ്. പക്ഷെ സാറിൻ്റെ ക്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. സാറിൻ്റെ പോളിറ്റി ക്ലാസ്സുകളാണ് എന്നെ ഭയങ്കരമായി ഹെൽപ്പ് ചെയ്തത്. അങ്ങനെ ഹിസ്റ്ററി കുറച്ചുകൂടെ ഇപ്പുറത്തായിരുന്നു, പക്ഷെ പോളിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി പോളിറ്റി. ഹിസ്റ്ററി നല്ലതായിരുന്നു. അപ്പോൾ ഇവരുടെ ഈ ക്ലാസ്സുകളൊക്കെ വളരെയധികം ഹെൽപ്ഫുള്ളായി. എൻ്റെ 128 നിന്ന് മുകളിലേക്കുള്ള പൂക്കിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പോൾ ഒരു ബിഗിനറിനെ നമുക്ക് ഒരു 100ലേക്ക് എത്തിക്കാൻ എളുപ്പം, 110 ഒക്കെ. പക്ഷെ പിന്നുള്ളൊരു 10-20 മാർക്ക് ഉണ്ടല്ലോ, അതിലേക്ക് എത്തിക്കാൻ ഭയങ്കര പാടാണ്. കാരണം ഒന്നും അറിയാത്ത ഒരാള് എന്തെങ്കിലുമൊക്കെ പഠിച്ച് മോക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 100ലേക്ക് പതുക്കെ എത്തിക്കാൻ പറ്റും. കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ 120 30ലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ മനസ്സിലാക്കി ആ ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്ത് പോകണം. അപ്പൊ എന്താണെങ്കിലും ആള് മനോഹരമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ആദ്യം മെസ്സേജ് പറഞ്ഞില്ലായിരുന്നോ, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണമാണ് മാർക്ക് കുറഞ്ഞത്. എന്തായിരുന്നു ആ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുന്നുണ്ട്? 2024 പ്രിലിംസ് എക്സാമിന് ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഞാൻ അറിയുന്നത് ഞാനൊരു കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ് പോകുന്നത്. ഞാൻ ഭയങ്കര ഷോക്ക്ഡായി പോയി. എൻ്റെ എക്സാം തൊട്ടടുത്താണ് നിൽക്കുന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഞാൻ സങ്കടത്തിലും ഒക്കെ ആയിരുന്നു. പിന്നെ കുറേ വയ്യായികളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ സാറിനോട് പറഞ്ഞ ഹെൽത്ത് ഇഷ്യൂസ്. അതായത് എനിക്ക് ഭയങ്കര സിനിമാറ്റിക് ആയിട്ട് തോന്നുന്നു നിങ്ങളത് പറഞ്ഞപ്പോൾ. കാരണം ഞാൻ ഈ അടുത്ത് അച്ഛനായ ഒരാളാണ്. ഈ അടുത്ത് അപ്പോൾ കുഞ്ഞിന് 5 മാസമാണ്. കഴിഞ്ഞ ഏകദേശം 1 വർഷമായിട്ട്, അതായത് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞത് കഴിഞ്ഞ ജൂൺ 10 അത് മുതൽ ഇതുവരെ ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു പെൺകുട്ടി സഫർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സഫറിംഗ് എന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് എനിക്കറിയാം, എന്നാലും ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ ഇരുന്ന് പഠിച്ചു എന്ന് പറയുമ്പോൾ ഇനി മോട്ടിവേഷൻ ചോദിച്ചിരുന്ന ആളുകളോട് ഞാൻ ഇതിന്റെ ലിങ്ക് അയച്ചു തരാം. അതിനപ്പുറം എനിക്ക് നിങ്ങളെ പ്രത്യേകിച്ച് മോട്ടിവേറ്റ് ചെയ്യാനൊന്നുമില്ല. അപ്പൊ അതിനുശേഷം കൃത്യമായിട്ട് ഇരുന്ന് പഠിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ? 2024 പ്രിലിംസ് ക്ലിയർ ചെയ്തു. അതെനിക്ക് വലിയ ഉറപ്പൊന്നും ഉണ്ടായില്ല. പിന്നെ അത് ക്ലിയർ ചെയ്തു എന്ന് അറിഞ്ഞപ്പോഴാണ് എനിക്ക് അടുത്ത സ്പാർക്ക് വരുന്നത്.
ഇതിൽ ലിസ്റ്റിൽ വരുന്ന സുഖം അറിഞ്ഞത് അപ്പോഴാണ്. അതുവരെ ഞാൻ ഒരു ലിസ്റ്റിലും വന്നിട്ടില്ല. അവിടെ തൊട്ടാണ് ഞാൻ കൃത്യമായി പഠിക്കാൻ തുടങ്ങിയത്. അതിന് മുന്നേയൊക്കെ ഞാൻ പഠിക്കുന്നുണ്ടെങ്കിൽ കൂടി എൻ്റെ കൺവീനിയൻസിനാണ് ഞാൻ പഠിച്ചത്. പിന്നെ കുത്തിയിരുന്ന് പഠിക്കാൻ തുടങ്ങിയത് അപ്പോഴാണ്. അന്ന് ഞാൻ 5 മാസം ഗർഭിണിയുണ്ടോ. അപ്പോൾ തൊട്ടിട്ട് ഞാൻ ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. ഞാൻ കൺസിസ്റ്റൻ്റ്ലി 8 to 10 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പിന്നീട് വന്നു. അതിൻ്റെ ഉള്ള ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പ്ലാൻ ബി ഒന്നും ഉണ്ടായില്ല കയ്യിൽ. എൻ്റെ കരിയർ മുന്നിലേക്ക് ഇതിപ്പം അവസാനിക്കാൻ പോവുകയാണെന്നുള്ള കൺഫ്യൂഷൻ എനിക്കുണ്ട്. ഒരു ബേബിനെ കൊണ്ടുവരല്ലേ, ബേബി ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പഠിത്തമൊക്കെ നിർത്താം എന്നുള്ളൊരു പ്ലാനാവും. അത് എല്ലാവരും അങ്ങനെ എന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുക, ഞാനിപ്പോൾ നിർത്തും. പക്ഷെ ഞാൻ നിർത്തിയാൽ ഇത് നിന്നു, പിന്നെ അങ്ങോട്ടേക്കില്ല. അതായിരുന്നു എൻ്റെ മുന്നിൽ. എനിക്ക് പ്ലാൻ ബി ഒന്നുമില്ല, ഇതുകൊണ്ട് മുന്നോട്ട് പോയാലേ പറ്റൂ എന്നൊരു വലിയ അമ്മയുടെ വയറ്റിൽ കിടന്നിട്ട് ചക്രവ്യൂഹം എങ്ങനെ ഭേദിക്കണം എന്ന് പൗരി കഥ കേട്ട ഒരാളുടെ കഥയുണ്ട്. കുട്ടി സംസാരിക്കാനായിട്ട് തുടങ്ങുമ്പോ ആർട്ടിക്കിൾ 21, ആർട്ടിക്കിൾ 17 ഒന്ന് ചോദിച്ചു നോക്കണം, എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു നോക്കണം. ഒരു കാര്യം ഞാൻ പറയാം, ബാക്കിയുള്ളതിലേക്ക് പോകുന്നതിന് മുമ്പ്, നിങ്ങളുടെ വിൽ പവർ ഭയങ്കരമാണ്. കാരണം റിസൾട്ട് വന്നിട്ട് കിട്ടാണ്ട് നിൽക്കുമ്പോൾ മുന്നോട്ട് പോകും എന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ ഒരു ബോധമില്ലാത്ത ഒരാളായിരിക്കും, അല്ലെങ്കിൽ എല്ലാത്തിനെ പറ്റി കൃത്യമായ ഒരു ധാരണ ഉള്ള ആളായിരിക്കും. നിങ്ങളൊരു ബോധമില്ലാത്ത ആളെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ കൃത്യമായ ഒരു ധാരണ ഇല്ലാതെ, കാരണം കരഞ്ഞിട്ടുണ്ടാവും, ഉറപ്പായിട്ടും കരഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഈ ഒരു കുട്ടിയാവുന്ന ഒരു ഫേസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അറിയാണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺസ് ഇറക്കാണ് സമയം. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. എന്നിട്ടും ആ അയച്ച മെസ്സേജിൽ സത്യം പറഞ്ഞാൽ ഒരിക്കൽ പോലും എനിക്ക് ആൾ ഇമോഷണലി വീക്കാൻ തോന്നിയിട്ടില്ല. അയക്കുന്ന ഓഡിയോസിൽ നമ്മൾ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു എനിക്ക് നിങ്ങൾ വീക്കാൻ തോന്നിയിട്ടില്ല. ഞാൻ ആളോട് പറയായിരുന്നു, ടെലിഗ്രാമിൽ കണ്ട ഫോട്ടോയിൽ ഞാൻ കരുതിക്കൊണ്ടിരുന്ന കോളേജിൽ പഠിക്കുന്ന ഒരു കുഞ്ഞു കുട്ടി, 2 കൂട്ടുകാരോട് നിന്ന് ഓണത്തിന് പോകുന്ന ഒരു കുഞ്ഞു കുട്ടീനെ കരുതിക്കൊണ്ടിരുന്നത്. അതെ. അപ്പോ ഈ ഒരു ഫേസിൽ ഒരു കുട്ടിയായിട്ട് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് നേടിയിട്ടുണ്ടെങ്കിൽ 95% അതിൽ 50% ഞാൻ ഫാമിലിക്ക് കൊടുക്കണം. കാരണം നിങ്ങളെ നോക്കണം, അല്ലേ, കുട്ടിയെ നോക്കണം, പിന്നെ ആളുടെ ഹസ്ബൻഡും ഒരു ടീച്ചറാണ്. അപ്പൊ ഫാമിലിയുടെ ഒരു റോൾ പറയാമോ? ഫാമിലി ആയിരുന്നു എല്ലാം. അവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒന്നുമില്ല. ഞാൻ പ്രഗ്നൻസി പീരീഡിലൊന്നും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ കാര്യം നോക്കിയാൽ മതിയല്ലോ. അവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. കുഞ്ഞായതിനു ശേഷം ഒരാളുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്യണം. ആദ്യം ഒരു 40-45 ദിവസമൊക്കെ സഹായത്തിന് ഒരാളുണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ആരും ഇല്ലല്ലോ. എക്സാം ആണെങ്കിൽ അടുത്തുമാണ്. അപ്പോൾ എൻ്റെ മുന്നിലുണ്ടായിരുന്ന മാലാഖ എൻ്റെ ഉമ്മയാണ്. എന്നെ ചെറുപ്പത്തിൽ നോക്കിയ പോലെ എൻ്റെ കുഞ്ഞിനെ ടേക്ക് കെയർ ചെയ്തത് എൻ്റെ ഉമ്മയാണ്. അവളുടെ A to Z കാര്യങ്ങൾ അന്ന് ഫീഡ് ചെയ്യാൻ മാത്രമേ എൻ്റെ അടുത്തെത്തുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഉമ്മയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. രാത്രി ഞാൻ ഉമ്മനെ ഏൽപ്പിക്കാറില്ല. അന്നേരം ഞാൻ പഠിക്കുന്ന സമയം എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. ആളെണീറ്റാലും നോക്കാം, ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങളില്ലല്ലോ. ഉമ്മ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കും. എന്നിട്ട് മോർണിംഗ് ചെറിയ ഷിഫ്റ്റ്സ് എടുത്ത് എനിക്ക് അങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നു. കുറച്ചൊക്കെ ഉറങ്ങി തീർക്കാൻ പറ്റും. അങ്ങനെ ഉറങ്ങി തീർത്തിരുന്നത്. ഈ അമ്മമാരായി കഴിഞ്ഞാല് നമ്മൾ മനസ്സിലാക്കാത്ത, നമ്മൾ വിചാരിക്കാത്ത സൂപ്പർ പവർ ഒക്കെ നമുക്ക് അങ്ങനെ അത് ഞാനിപ്പോ വിറ്റ്നസ് ചെയ്തോണ്ടിരിക്കുക. 2 മണിക്കൂർ ഉറക്കം, 3 മണിക്കൂർ ഉറക്കം, ഉറക്കത്തിനിടയിലും ആളൊന്നും അനങ്ങിയാൽ നമ്മൾ എണീക്കും. അതെ, കുറ്റം പറയാതെ ഹാപ്പി ആയിട്ട് ചിരിച്ചോണ്ടിരിക്കുക. അതൊക്കെ ഞാനിപ്പോ കണ്ടോണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് മറ്റൊരു സൂപ്പർ വുമൺ ഇൻ ദ മേക്കിംഗ്, അല്ലെങ്കിൽ സൂപ്പർ വുമൺ ഓൾറെഡി ആയി കഴിഞ്ഞ ഒരാളാണ്. കുട്ടി സഹായിക്കാറുണ്ട്, ആൾ ഉറക്കമൊക്കെ ഉണ്ടായിരുന്നു. ആദ്യത്തെ ഒരു മാസമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഉറങ്ങുമായിരുന്നു, കുഴപ്പമൊന്നുമില്ല. കുറെ ടൈം ഞാൻ ഈ ആദ്യത്തെ 40 ദിവസത്തിലും ഫസ്റ്റത്തെ ഒരു 20 ഡേയ്സ് എനിക്ക് കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടായി പ്രഗ്നൻസിയിൽ, അല്ല ഡെലിവറിയിൽ. അപ്പോൾ ആദ്യം സ്റ്റിച്ചിൻ്റെ കുറേ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഒരു 20 ദിവസം ഒന്നും ചെയ്യാൻ പറ്റില്ല. അന്ന് ഞാൻ ഇങ്ങനെ റിവൈസ് ചെയ്യും കിടന്നിട്ട് മൊബൈലിലൊക്കെ ഇങ്ങനെ ക്വിസൊക്കെ എടുക്കും. അപ്പോൾ എനിക്ക് അന്ന് എക്സാം ആദ്യം പറഞ്ഞ മെയിൽ എന്തായിരുന്നു, പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് മാറ്റിയതല്ലേ. അപ്പോൾ അന്ന് അങ്ങനെ ഇപ്പം എക്സാം ഉണ്ടാവുന്നുള്ള മറ്റുള്ള പഠിച്ചത്. പിന്നെ എണീറ്റിരിക്കാൻ പാകമായപ്പം എനിക്ക് ഹെൽപ്പിന് വന്ന ചേച്ചി താത്ത, അവരെ ഞാൻ അങ്ങ് എഡ്യൂക്കേറ്റ് ചെയ്തു. എനിക്ക് ഇങ്ങനെയൊക്കെ ഒരു എക്സാം വരുന്നുണ്ട്, എനിക്ക് ഇങ്ങനെയൊക്കെ പഠിക്കാനുണ്ട്, ഞാൻ നാളെ ഇങ്ങനെയൊക്കെ ആവാനുള്ളതാ. അപ്പോൾ താത്ത വന്നു, എനിക്ക് ആദ്യം എണീക്കാനൊന്നും സമ്മതിക്കില്ലായിരുന്നു ആരും. അപ്പോൾ വന്നു, എനിക്കിങ്ങനെ 1 മണിക്കൂർ വീതം തരണം, മൂക്കെടുക്കാനാണ്. അപ്പോൾ താത്ത വന്നു, ആയിക്കോട്ടെ ഞാൻ അന്നേരം സമ്മതിക്കാന്ന് പറഞ്ഞ് അങ്ങനെ എന്നും ഡെയിലി മൂക്കെടുക്കും. രാവിലെ എടുക്കും, വൈകുന്നേരം എടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇതേപോലെ ഉമ്മ കുഞ്ഞിനെ
നോക്കുന്ന സമയത്ത് പിന്നെ എനിക്ക് ഇതേപോലെ തന്നെ 8 to 10 മണിക്കൂർ എനിക്ക് കിട്ടുമായിരുന്നു. അതിന് കാരണം വീട്ടുകാരാണ്. അവർ ഷിഫ്റ്റ് എടുത്ത് നോക്കും. ഉപ്പ രാവിലെ തൊട്ട് ഉച്ച വരെ, ഉച്ചയ്ക്ക് ശേഷം ഉമ്മ, വൈകുന്നേരം താത്ത ഓഫീസ് ഇട്ട് വരുമ്പോ താത്ത. അവർക്കൊക്കെ അവരുടെ റോളൊന്നും അങ്ങനെ ഒഴിവാക്കി പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എന്നെ അത്രയും ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഇവരാണ്. അതെനിക്ക് കേൾക്കാനുണ്ട്. പഠിക്കുന്ന കുട്ടികളുടെ ഫാമിലിയോട് കൂടെ ആണ് പറയാനുള്ളത്. അതായത് ഏതെങ്കിലും ഒക്കെ ഒരു പോയിന്റിൽ ആള് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട്. ഇപ്പോ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ്. പക്ഷെ ഭാഗ്യം എന്നൊരു സാധനം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ആൾക്ക് ആ ഇനീഷ്യലി ഭാഗ്യം കുറവായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പറയാം. കാരണം കട്ട് ഓഫിലേക്ക് എത്തിയിട്ടും ഒരു നോമിനേഷൻ വന്നാൽ ഇപ്പൊ തന്നെ ഒരു 2 മാർക്ക് മാറി കഴിഞ്ഞാൽ വേറൊരു പോസ്റ്റിലേക്ക് ആളെത്തും. ആദ്യത്തെ പ്രിലിംസ് അല്ല ആദ്യത്തെ മെയിൻസ് ഞാൻ 1 മാർക്കിനാണ് മിസ് ചെയ്തത്. എന്റെ അടുത്ത് ആ മെസ്സേജിൽ പറയുന്നുണ്ട്. പലരും ഇപ്പൊ നമുക്ക് മെസ്സേജ് അയക്കും, എനിക്കിത് പ്രശ്നമില്ല, അത് ഓൾമോസ്റ്റ് ഞാൻ ഓക്കെയാണ്. ചില കുട്ടികൾ അങ്ങനെ ഒരു ധാരണ ഇല്ലാതെ പറയുന്നത് ഹിസ്റ്ററി എനിക്ക് ഓക്കെയാണ്, ഹിസ്റ്ററി ഓക്കെ അല്ല എന്നുള്ള കുട്ടിയോട് സംസാരിക്കുന്നുണ്ട്. ആളെനിക്ക് അയച്ച മെസ്സേജിൽ എന്റെ അടുത്ത് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 90% സിലബസ് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. അപ്പൊ ഞാൻ ആദ്യം വെച്ച് 90% സിലബസ് ഒക്കെ കംപ്ലീറ്റ് ആക്കി. കാരണം എന്റെ മനസ്സിൽ ഒരു ചെറിയ കുട്ടിയാണ്. അപ്പൊ ഇങ്ങനെ ഒരു കഥ പുറകിലുണ്ടെന്നുള്ളത് എനിക്കത് പിന്നീട് മനസ്സിലാകുന്നത്. കാരണം പിന്നെ എഴുതുന്ന പരീക്ഷകൾക്ക് വരുന്ന മാർക്ക് റെഗുലർ ഒരു സമയത്ത് നമ്മൾ 280 നിന്നുകൊണ്ടുണ്ട് സയൻസിന്, പിന്നെ അത് 300 മുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. അതായത് ഒരു ലക്ഷ്യം വെച്ചിട്ട് അതിനുവേണ്ടി ഇത്രയും പ്രയത്നിക്കുക, അല്ലെങ്കിൽ അത് ഇത്രയും ഉള്ളിലേക്ക് വെക്കുക എന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ കുട്ടി. അപ്പൊ ആ ഒരു സമയത്ത് കുട്ടീനെ സ്നേഹിച്ച് ഈ ഒരു ലക്ഷ്യത്തിനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾക്ക് ആരും ഒരു തളികയിൽ കൊണ്ടുവന്ന സാധനമല്ല, നിങ്ങളായിട്ട് പോയിട്ട് തട്ടിപ്പറിച്ചെടുത്താണ്. പിന്നെ എനിക്കറിയാം നീ ഇതുകൊണ്ട് നിർത്തില്ല എന്ന് എനിക്കറിയാം, ഇതുകൊണ്ട് നിർത്തരുത്. കൂടെ പറയേണ്ടത് എന്റെ കുഞ്ഞിന്റെയും എന്റെ ഹസ്ബൻഡിന്റെയും വീട്ടുകാരുടെയും സപ്പോർട്ടാണ്. കുഞ്ഞാവുന്നുള്ള ടെൻഷനിൽ ഞാൻ ആരോടും ഷെയർ ചെയ്തിട്ടുണ്ടായില്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തല്ലാതെ. ആളെന്നെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് കയ്യും കണക്കില്ല. എനിക്ക് വേണ്ട ഇമോഷണൽ സപ്പോർട്ട്, ഞാൻ സാറിൻ്റെ മുന്നിലൊക്കെ സംസാരിക്കുമ്പോൾ ഭയങ്കര ബോൾഡായിട്ട് തോന്നുന്നത് ഇപ്പുറത്ത് എനിക്കിത് വെൻ്റ് ഔട്ട് ചെയ്യാൻ ഉണ്ടായതുകൊണ്ടാണ്. ഞാൻ എൻ്റെ എല്ലാ സങ്കടങ്ങളും വന്ന് പറയുമ്പം അതിനൊക്കെ എനിക്ക് സപ്പോർട്ട് ചെയ്ത് എന്നെ കൂടെ നിർത്തിയത്, എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ പൊക്കി പിടിക്കില്ലേ, ഒരു പില്ലറാക്കി നിർത്തുന്നത് മൂപ്പരായിരുന്നു. എന്തൊക്കെ ഒബ്സ്റ്റക്കിൾസ് മുന്നിൽ വന്നാലും അതൊക്കെ ഇങ്ങനെ തട്ടി മാറ്റി തന്നു. ആളുടെ പേര്, ആളുടെ ജോലി പറഞ്ഞു, ആളൊരു ടീച്ചറാണ്. അപ്പൊ ആൾക്ക് ഉറപ്പായിട്ടും കുട്ടികളുടെ ഈ ഒരു സാധനം മനസ്സിലാവും. പിന്നെ ഇവർക്ക് കുറച്ച് വർഷങ്ങളായിട്ട് അറിയാം അല്ലേ, അപ്പൊ സ്വാഭാവികമായിട്ടും ആളുടെ വിഷമങ്ങളും ആളുടെ സ്ട്രെങ്തും വീക്ക്നെസ് ഒക്കെ മനസ്സിലാവും. അദ്നാൻ അഷ്റഫ് എന്നാണ് പേര്. അദ്നാൻ അഷ്റഫ് സേലത്താണ് വർക്ക് ചെയ്യുന്നത്, നീറ്റ് ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യാണ്. ഞങ്ങൾ ഒരുമിച്ച് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ഒരുമിച്ച് പഠിച്ചതാണ്. അവിടെ നിന്ന് പരിചയപ്പെട്ടു, ഒരുമിച്ചാവാന്ന് കരുതി, അങ്ങനെ ഒരുമിച്ചാവാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കറിയായിരുന്നു, എന്നോട് എപ്പോഴും പറയായിരുന്നു കുഞ്ഞായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിലബസ് കവർ ചെയ്യാൻ ടൈമില്ല, അതുകൊണ്ട് കുഞ്ഞാവുന്നതിന് മുന്നേ നീ സിലബസ് അങ്ങ് തീർക്ക്. ഞാൻ എന്റെ ഡെലിവറിക്ക് പോകുന്ന തലേദിവസം വരെ പഠിച്ചിട്ടുണ്ട്. അഡ്മിറ്റ് പിറ്റേ ദിവസം രാവിലെ അഡ്മിറ്റ് ആയ തലേന്ന് രാത്രി വരെ ഞാൻ പഠിക്കും. എനിക്ക് എൻ്റെ സിലബസ് കുഞ്ഞെത്തിയാൽ എനിക്ക് സമയമില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അത് കഴിഞ്ഞാൽ എനിക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് മോക്ക് ടെസ്റ്റാണ്. ഇപ്പം എനിക്ക് സിലബസ് തീർക്കണം എന്ന വാശിയുണ്ടായിട്ട് ഞാൻ മിക്ക പോർഷനും അതോടെ തീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അത്ര സ്ട്രെസ് ഉണ്ടായില്ല. എനിക്ക് പെട്ടെന്ന് ഓർമ്മ എന്നാ അറിയോ, എന്റെ ഏറ്റവും അനിയനും ഞാനും തമ്മിൽ 12 വയസ്സ് വ്യത്യാസമുണ്ട്. അപ്പൊ ആളെ ഡെലിവറി ചെയ്യാൻ പോകുന്നതിന്റെ തലേ ദിവസവും അമ്മ രണ്ടുപേരും കൃഷിക്കാരാണ്, പറമ്പിൽ പോയിട്ടുണ്ട്. അപ്പൊ എന്റെ അടുത്ത് പിന്നെ അവൻ ഇന്ത്യയിൽ പറഞ്ഞാൽ കേൾക്കാതിരിക്കും പറയും, ഇവനെ വളർത്താനായിട്ട് ഇവനെ പ്രസവിക്കുന്നതിന്റെ തലേ ദിവസം വരെ ഞാൻ പണിയെടുത്തിട്ടാ പോയത്. അതുപോലെ ഒരു അമ്മ പറയുകയാണ്, എന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്നതിന്റെ തലേ ദിവസം വരെ മോക്ക് ടെസ്റ്റ് എടുത്തിട്ടാണ് ഞാൻ പോയത്. ലക്ക് എന്നുള്ള സാധനം മാത്രമല്ല, ആ കഷ്ടപ്പാടിനുള്ള റിസൾട്ടാണ്. ഞാൻ വീണ്ടും പറഞ്ഞില്ല, SSC അല്ലെങ്കിൽ RRB പോലുള്ള പരീക്ഷകളിലാണെങ്കിൽ നമുക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നല്ല ഹാർഡ് വർക്ക് ഇട്ട് കഴിഞ്ഞാൽ, നല്ല കൺസിസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ, എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും കഠിനാധ്വാനത്തിലൂടെ നേടിയെടുക്കുക എന്നുള്ളതിന്റെ മകുടോദാഹരണമാണ് നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്, എന്റെ സൈഡിലിരിക്കുന്നത് അല്ലെ. ഇനി അപ്പൊ നിർത്തില്ല, വരാൻ പോകുന്ന എഴുതില്ലേ? ഉറപ്പായിട്ട് എഴുതും, നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചിടത്തേക്ക് എത്തിയിട്ടില്ല, അങ്ങോട്ട് എത്തണം. IIT ഡ്രോപ്പ് ചെയ്ത് വന്ന ഒരാളെന്ന് പറയുമ്പോഴത്തേക്കും അതിങ്ങനെ ഹൈപ്പ് കൊടുക്കും. അല്ല, അതാ ഞാൻ പറഞ്ഞു, IIT ഡ്രോപ്പ് ചെയ്തിപ്പോ എന്നോട് നേരത്തെ പറഞ്ഞില്ലേ, IIT ഡ്രോപ്പ് ചെയ്തവരൊക്കെ ഭയങ്കര ലെജൻസ് ആയിട്ടുണ്ട് അല്ലേ. അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ അങ്ങനെ ആയിട്ടില്ല, ലെജൻഡ് ഇൻ ദ മേക്കിംഗ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ആവട്ടെ. പിന്നെ ഓൺലൈൻ ക്ലാസ്സുകളുടെ കാര്യം പറഞ്ഞല്ലോ. ഓൺലൈൻ ക്ലാസ്സുകളിൽ ഇപ്പോ ചില കുട്ടികൾക്ക് ഒരു സംശയം ഉണ്ടാവും, ഓൺലൈൻ ക്ലാസ് കിട്ടിയാൽ അത് എഫക്റ്റീവ് ആവുമോ?
അതെങ്ങനെയാ ഈ ഫാമിലി ടൈമും പിന്നെ സ്വന്തം ആരോഗ്യം അത് കൂടാതെ ജോലി പിന്നെ അതിനിടയ്ക്ക് എങ്ങനെ ഓൺലൈൻ ക്ലാസ്സുകൾ എങ്ങനെ മാനേജ് ചെയ്തെന്ന് പറയുന്ന ടൈം മാനേജ്മെന്റ്? ഓൺലൈൻ ക്ലാസ് നമുക്ക് ആദ്യം വേണ്ടത് ഇതിനൊരു വിൽ പവറാണ്. ഓൺലൈൻ ക്ലാസ്സിന്റെ കാര്യത്തിൽ സാർ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ കംഫർട്ട്നെസ്സിലാണ് ഇരിക്കുന്നത്. അവിടെ വെച്ച് നമ്മളത് പഠിക്കണമെങ്കിൽ നമുക്ക് അത്രയും വിൽ പവർ വേണം, അത്രയും ഇഷ്ടം വേണം ഇതിനോട്. അത് കഴിഞ്ഞ ശേഷം നമുക്കൊരു സ്കെഡ്യൂൾ വേണം. ഇങ്ങനെയൊക്കെയാ എല്ലാ സമയത്തും നമുക്ക് പഠിക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ലെഷർ ടൈം ഒക്കെ എടുക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ടുള്ള സമയത്തായിരിക്കും പഠിക്കുക. അതിന് സ്കെഡ്യൂൾ ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന ടൈമിലാണ് ഞാൻ പഠിക്കുക എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. കൺസിസ്റ്റൻസി എപ്പോഴൊക്കെ ഞാൻ ബ്രേക്ക് ചെയ്തോ അന്നൊക്കെ ഞാൻ ഡൗൺ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൺസിസ്റ്റൻസി ബ്രേക്ക് ചെയ്യാൻ നിൽക്കാറില്ല. പിന്നെ ഈ ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും ഒബ്വിയസ്ലി ക്ലാസ്സുകളുടെ ഗുണം നമുക്ക് ഓർഗനൈസ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റും. നമ്മൾ വലിച്ചു വാരി അവിടെ നിന്നും ഇവിടെ നിന്നും കുറേ കണ്ടന്റ് നമ്മളെ മുന്നിലുണ്ടാവും. അതൊക്കെ നമ്മളിങ്ങനെ വലിച്ചു വാരി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പഠിക്കുന്നതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ഓർഗനൈസ് ചെയ്ത് ഒരു ടോപ്പിക്കിൽ നിന്നും ഇന്ന ക്വസ്റ്റ്യൻസ് ആണ്, ഇത്ര ടൈപ്സ് ആണ് വരിക, അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഒരു മെത്തേഡിലൂടെ പഠിക്കാൻ നമുക്ക് ക്ലാസ്സസ് യൂസ്ഫുൾ ആവും. നമുക്ക് കറക്റ്റ് സ്കെഡ്യൂളിലൂടെ നമ്മളൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള വേയിൽ നമുക്ക് പഠിക്കാനാണ് ക്ലാസ് സഹായിക്കുക. അത് ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എഫേർട്ട് ഇടണം. നമ്മൾ മടി കാണിക്കാതെ ഇരുന്ന് പഠിക്കണം. മോക്ക് ടെസ്റ്റ് ഞാൻ വിടാറില്ല. ഞാൻ എൻ്റെ ആദ്യം തൊട്ടുള്ള മോക്ക് ടെസ്റ്റാണ്. കാരണം ആദ്യമായിട്ട് വലിയ കോച്ചിങ് എടുക്കാതെ പോയി പഠിച്ച ഒരാൾ 110 മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബേസിക് കണ്ടന്റ് ഉണ്ട്. പിന്നെ അത് മോക്ക് ടെസ്റ്റിന്റെ കുറെ പ്രാക്ടീസ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. മോക്ക് ടെസ്റ്റ് തന്നെയായിരുന്നു എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതിൽ ചെയ്യുമ്പോഴാണ് എനിക്ക് എൻ്റെ സ്ട്രോങ്ങും വീക്ക് ഏരിയയും കൃത്യമായി അറിയാം. അതിൽ വീക്ക് ഏരിയസ് ആയിരുന്നു ഞാൻ ക്ലാസ്സസ് കാണാൻ. ഞാൻ എല്ലാ ക്ലാസ്സസും ഫോളോ ചെയ്തിട്ടില്ല. എനിക്ക് ആവശ്യമുള്ള ക്ലാസ്സസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതിലെന്താണെങ്കിലും ഒരുപാട് കണ്ടന്റ് കിട്ടാനുണ്ടാകുമ്പോഴേ എല്ലാവരും ചെയ്യുന്നത് ക്ലാസ് കണ്ട് മാക്സിമം കണ്ടന്റ് എടുക്കുക എന്നുള്ളതാണ്. ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല. എനിക്ക് ആവശ്യമുള്ള കണ്ടന്റ് കിട്ടിയാൽ അത് മാക്സിമം റിവൈസ് ചെയ്യായിരുന്നു. ആ മോക്ക് എടുത്താൽ മോക്ക് അനലൈസ് ചെയ്ത് അതിനൊരു മോക്ക് ബുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യും. ഈ റിവിഷൻ ആയിരുന്നു എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത്. ഈ പറഞ്ഞ സാധനങ്ങളല്ലേ ഈ അടുത്ത് ഞാൻ സിവിയിൽ ഒരു സ്റ്റഡി പ്ലാൻ ചെയ്തു. അതിനേക്കാളും പെർഫെക്റ്റ് ഒരു പ്ലാനാണ്. അതായത് ഇത് പറയാൻ എളുപ്പമാണ്. നിങ്ങൾ പറയുമ്പോൾ തന്നെ എത്ര പേർക്ക് ഇതിന്റെ പുറകിലുള്ള ഹാർഡ് വർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കൺസിസ്റ്റൻസി എന്നുള്ള വാക്ക് കേട്ട് മടുത്തൊരു വാക്കാണ്. കേൾക്കുമ്പോൾ ദേഷ്യം വരുന്ന ഒരു വാക്കാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഇത്രയും പറഞ്ഞ സാധനങ്ങൾ ഇപ്പോൾ ആവശ്യമുള്ളത് ഞാൻ പഠിച്ചു, അതിനെ മൂക്കെടുത്തു, അതിന്റെ അനാലിസിസ് നടത്തി, എനിക്ക് ആവശ്യമുള്ളത് പഠിച്ചു. ഇത് പഠിച്ചാൽ ആർക്കും ജോലി കിട്ടും, ഇത് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോ ഈ ഒരു യാത്രയിൽ നിങ്ങളുടെ എഫേർട്ട് ഭയങ്കരമാണ്, അടിപൊളിയാണ്, ഭാഗ്യം കൂടെ നിന്നു. അതിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ സൈലത്തിലെ ഓരോരുത്തർക്കും സന്തോഷമുണ്ട്. ഓരോരുത്തർക്കും എനിക്ക് ഒരു എക്സ്ട്രാ സന്തോഷം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അയച്ച മെസ്സേജ് പറഞ്ഞൊരു കാര്യം ഇപ്പോഴും തങ്ങിക്കുന്നുണ്ട്. ഫാമിലിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് ഈ ഒരു ജേർണിയിൽ എന്നെ എന്തോ ചെയ്തത് നിങ്ങളെ എനിക്ക് അങ്ങനെ എന്തോ ഒരു സാധനം മറക്കില്ല എന്ന് പറഞ്ഞു. എനിക്കത് ഭയങ്കര പേഴ്സണലാണ്. സാറിന്റെ സപ്പോർട്ട് ഞാൻ പറയേണ്ട കാര്യം തന്നെയാണ്. എനിക്ക് സാറിന്റെ ക്ലാസ്സസ് കാണുന്നത് എനിക്ക് വളരെ മോട്ടിവേഷൻ ആയിരുന്നു. അതെങ്ങനെ എത്ര പേർക്ക് കിട്ടുന്നത് എനിക്കറിയില്ല. ഞാൻ വളരെ ഡൗൺ ആയിട്ടിരിക്കുമ്പോൾ എല്ലാവരും സാറിന്റെ കണ്ടന്റിന് പിന്നാലെ പോകുമ്പോഴും എനിക്ക് മാർക്ക് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് സാറിന്റെ ഒരു ക്ലാസ് എടുത്തതാണ്. എനിക്കത് ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിരുന്നു സാറിന്റെ ക്ലാസ്സസ് കാണുന്നത്. അത് എന്താണെന്ന് എനിക്കറിയില്ല. സാറിന്റെ സംസാരങ്ങളും സാറിന്റെ കഴിവില്ല, അല്ലാതെ പറയുന്നില്ല. എനിക്കത് ഭയങ്കര, ഞാൻ ഡൗൺ ആയിട്ട് ഇരിക്കുമ്പോഴൊക്കെ സാറിന്റെ ഒരു ക്ലാസ് എടുത്ത് കാണും. മിക്കവാറും പൊളിറ്റിയുടെ ക്ലാസ് തന്നെ ആയിരിക്കും. അല്ലാണ്ട് ഞാൻ ഒരുപാട് ക്ലാസ്സസ് കാണുന്ന ആളല്ല. പക്ഷെ സാറിന്റെ ക്ലാസ്സും കാണുമായിരുന്നു. സാറിന്റെ നോട്ട്സ് ഞാൻ എപ്പോഴും റിവൈസ് ചെയ്യുന്നു. എനിക്ക് സാറിനോട് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് അത്. സാർ അറിയാതെയായിരുന്നു സാർ എന്നെ സപ്പോർട്ട് ചെയ്തത്. കുറേ കാര്യങ്ങളിൽ എന്നെ ഡൗൺ ആയിരിക്കുമ്പോൾ എന്നെ കുറേ ചേർത്ത് പിടിച്ചത് സാറിന്റെ വീഡിയോസാണ്. അത് ഞാൻ പറയാതിരിക്കാൻ പറ്റാത്ത കാര്യമാണ്. നിങ്ങളുടെ ബാച്ചിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ചില ക്ലാസ്സിൽ പോയി പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബോറടിക്കും. കാരണം എല്ലാ ഗുണം യെസ് സാർ, താങ്ക് യു സാർ, ഗുഡ് മോർണിംഗ് സാർ, ഗുഡ് ആഫ്റ്റർനൂൺ സാർ കഴിഞ്ഞു. ഒരു ഡൗട്ട് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ബാച്ചില് ഭയങ്കര ലൈവ്ലി ആയിട്ടുള്ള പിള്ളേരാ. തമാശകൾ പറയും, കുറെ ചിലപ്പോൾ മണ്ടത്തരങ്ങൾ പറയും, പറഞ്ഞു പിന്നെ അവരത് മനസ്സിലാക്കി എടുക്കും. അങ്ങനെ നല്ല രസമാണ്. അങ്ങനെ പോകുമ്പോൾ ആ ഒരു മണിക്കൂർ പോകണം നമ്മൾ അറിയില്ല. നിങ്ങളുടെ ബാച്ച് പോലെ തന്നെ വളരെ ചുരുക്കം ചില ബാച്ചുകളിൽ അങ്ങ് അത്ര ആക്റ്റീവ് ആയിട്ടുള്ള പിള്ളേരുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ബാച്ച് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് നമ്മളും ഇത് എൻജോയ് ചെയ്ത് പോകും. കാരണം എന്റെ ഓഫ്റ്ററെ കുറെ വർഷങ്ങളായിട്ട് പഠിപ്പിക്കുന്ന ഈ സാധനം തന്നെയല്ലേ. പഠിക്കണം നിങ്ങൾക്ക് മടുക്കുന്നുണ്ടെങ്കിൽ പഠിപ്പിക്കണം നമുക്ക് എന്തൊരു മടുക്കുണ്ടാവും. അപ്പോ അത് ഇങ്ങനെയുള്ള പിള്ളേര് വരുമ്പോൾ നല്ല രസത്തിൽ പോകും. അപ്പൊ ആ ബാച്ചിൽ ഓരോരുത്തരോടും ആ ബാച്ചിലുള്ള കുറെ പേര് ഇപ്പോ റിസൾട്ടിലേക്ക് വരുന്നുണ്ട്. കുറെ പേര് അടുത്തെത്തി നിൽക്കുന്നുണ്ട്. അവരെല്ലാവരും റിസൾട്ടിലേക്ക് വരട്ടെ. ഇതുപോലെ അവിടെ വന്നിരിക്കാൻ അവരോട് സംസാരിക്കാൻ ഞങ്ങൾക്കും പറ്റട്ടെ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആളുടെ ഈ ഒരു
ഇന്റർവ്യൂ അല്ലെങ്കിൽ ഈ ഒരു അനുഭവം തുറന്നു കുറച്ച് നിർത്തുന്നതിന് മുൻപ് തന്നെ ആളുടെ ഫാമിലി കൂടെ ഇതിൽ സംസാരിക്കണം. അതല്ലാതെ ഇത് പൂർണ്ണമാവില്ല. അപ്പൊ ഒരുപാട് സ്നേഹത്തോടെ ഒരുപാട് സന്തോഷത്തോടെ ഇതാണ് ഞങ്ങൾ സേവനം ചെയ്യാണ്. അപ്പോൾ സൽവ നേടിയെടുത്ത ഈ കാര്യത്തില് ആളുടെ ഹസ്ബൻഡ്, പാപ്പ, ഉമ്മ, പിന്നെ കുഞ്ഞത്, അതുപോലെ ഹസ്ബൻഡിന്റെ ഫാമിലി, ഇവരെല്ലാവരെയും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ആളുടെ ഇത്തയാണ്. ഇത്തയുടെ പേര് ബിൻസി എന്നാണ്. ജോലി കഴിഞ്ഞ് വന്നിട്ട് ഭക്ഷണം പോലും കഴിക്കാതെ രാത്രിയുടെ ഷിഫ്റ്റിലേക്ക് ഓടിക്കൊണ്ടിരുന്ന ഇത്തയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഇത്ത ഈ ഒരു സ്ട്രഗിൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. IIT നിർത്തി വന്നപ്പോൾ ഉള്ള പ്രഷർ ഇതൊക്കെ അറിയായിരിക്കും. അതിനുശേഷം ആള് നിന്ന് പഠിച്ച കാര്യങ്ങളായിരിക്കും. എന്താ എന്ത് തോന്നുന്നു ചോദിക്കുന്നില്ല, എന്നാലും ചോദിക്കണം, എന്ത് തോന്നുന്നു? സന്തോഷമായിട്ട് നമ്മൾ സന്തോഷിക്കുന്ന ടൈമാണ് ഇപ്പോൾ. കാരണം ഇവളുടെ സ്ട്രഗിള് കുറേ കാലമായിട്ട് കാണണം. ചെറുതിലെ മുതൽ നമ്മൾ ഏറ്റവും നല്ല ടാലൻറ്റഡ് ആണ് ആൾ എല്ലാ കാര്യത്തിലും. ഇപ്പോൾ ഏറ്റവും നല്ലൊരു പൊസിഷനിൽ എത്തണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ്. അപ്പോൾ നമ്മൾ ഒരു +1 +2 കഴിഞ്ഞിട്ട് നീറ്റ് പ്രിപ്പയർ ചെയ്ത് ഇതുപോലെ തന്നെ ആൾ നല്ല ഹാർഡ് വർക്കിംഗ് ആണ്, നന്നായി പഠിച്ചിരുന്നു. പക്ഷേ ഇതേപോലെ ഒരു അൺലക്ക് എന്നുള്ളൊരു ഫാക്ടറിൽ ആൾക്ക് അത് കിട്ടിയില്ല. അങ്ങനെയാണ് പിന്നെ പോണ്ടിച്ചേരി പോകണം. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ആളുടെ പ്രൊഫഷണൽ കോഴ്സിലേക്ക് എത്തിക്കണം എന്ന് വിചാരിച്ചിട്ട് നമുക്കത് പറ്റിയില്ല എന്നുള്ളൊരു വിഷമം അന്നും ഉണ്ടായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് എന്ത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞങ്ങളുടെ മുന്നിലുണ്ട്. ഇവളുടെ ഒരു കേസിൽ എന്താണ് ഇനി വരാൻ പോണത്, എന്താണ് ഇവിടെ ചെയ്യാൻ പോണത് നമുക്ക് ഒരു ഐഡിയ ഇല്ല. നമ്മത് ഡിഗ്രി ആ ഒരു ലെവലാണ്, പ്രൊഫഷണൽ കോഴ്സല്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എന്താണ് ഇവിടെ ചെയ്യാൻ പോകണമെന്നുള്ളൊരു ഐഡിയ നമുക്കില്ല. നമുക്ക് വലിയ ഇതിനെക്കുറിച്ച് ധാരണയില്ല. അങ്ങനത്തെ എക്സാംസിനെ കുറിച്ചായാലും ഒന്നും നമ്മൾ ആരും ഞാൻ CA-ക്കായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രീമും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് വലിയ ഐഡിയ ഇല്ല. ഇവളെന്താ ചെയ്യാൻ പോകണമെന്നുള്ള ടെൻഷനുണ്ട്. ഉമ്മാക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എൻ്റെ കുട്ടി പഠിച്ചിട്ട് ഇത്രയും പഠിക്കുന്ന കുട്ടിയായിട്ട് ഒന്നും ആവില്ലേ എന്നുള്ളൊരു ടെൻഷനുണ്ട്. അപ്പോഴാണ് പിന്നെ IIT കിട്ടുന്നത്. അങ്ങനെ IIT കിട്ടിയപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷമാവും. IIT കിട്ടി. പിന്നെ അവിടെ പോയിട്ട് അവിടുത്തെ പ്രശ്നങ്ങളും അവളുടെ സങ്കടം കണ്ടപ്പോൾ അവൾക്ക് എന്താണോ നമുക്ക് എന്തായാലും അവൾ കംഫർട്ടബിൾ ആവണം എന്നാണ് നമ്മുടെ ഒരു കൺസേൺ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ എന്താണോ തീരുമാനിക്കുന്നത് അത് നമ്മൾ കൂടെ നിൽക്കുന്നുള്ളതാണ് എപ്പോഴും. അത് ഇന്നും നമുക്ക് അത് തന്നെയാണ് നമ്മുടെ ഒരു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ കല്യാണം പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ഫാമിലി വൈസ് നമ്മുടെ ഒരു NHന്റെ വൈഡനിങ്ങും കാരണങ്ങൾ, വീട് ഷിഫ്റ്റിങ്, അങ്ങനത്തെ കുറേ ഒരു ടൈമിൻ്റെ സമയത്താണ് ഇവളുടെ കോഴ്സ് കംപ്ലീറ്റ് ആവണ, IIT കിട്ടണമൊക്കെ. അപ്പോൾ ഒക്കെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ കൂടെ എപ്പോഴും നിന്ന് കൊടുക്കുക എന്നുള്ളതാണ്. അവൾ പഠിച്ചോളും, പക്ഷെ നമുക്ക് ചെയ്യാനുള്ളത് അവളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. കല്യാണം കഴിഞ്ഞ് അങ്ങനെ പറഞ്ഞ പോലെ ഫാമിലിയും എല്ലാം അവൾക്ക് ഓക്കെ ആയിരുന്നു. എല്ലാവരും നമ്മളെ ഭാഗത്തുനിന്നായാലും അവരുടെ ഭാഗത്തുനിന്നായാലും നല്ല സപ്പോർട്ട് ആയതുകൊണ്ട് അതുകൊണ്ടാണ് പിന്നെ ഇതല്ല, ഞങ്ങൾ ഇതിനേക്കാളും കുറച്ചും കൂടി നല്ലൊരു ഹയസ്റ്റ് പോസ്റ്റിലേക്കും കൂടി എത്തണം. ഇതെന്തുകൊണ്ട് ആൾക്ക് അത്യാവശ്യമായിരുന്നു പറഞ്ഞു കഴിഞ്ഞാല്, ഈ പറഞ്ഞല്ലോ ഇപ്പൊ നീറ്റിന്റെ കാര്യം പറഞ്ഞു, ഒക്കെ ഹാർഡ് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എപ്പോഴും നമ്മൾ ലക്കെന്നൊരു ഫാക്ടറി തട്ടിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളിത് നിർത്താമെന്നൊരു തീരുമാനം എടുക്കും. ഇപ്പൊ എന്നോട് പറഞ്ഞിട്ട് ഇത് നിർത്തിപ്പോയാലെന്നൊരു സമയത്ത് ചിന്തിക്കുന്നു. അപ്പൊ നമുക്ക് നമ്മളെ പുഷ് ചെയ്യാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ കാണാത്ത ഒരാള് നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ ആവശ്യമാണ്. ഇതിപ്പോ അതാണ്. ഇനി കയറിയിരുന്ന് കുറച്ച് ലൈഫ് ആസ്വദിച്ച് കഴിയുമ്പോഴത്തേക്കും ഇവള് പഠിച്ചോളും, ഇവള് പഠിക്കും എന്നുള്ള നമുക്ക് സംശയത്തിന്റെ ചെറുതില് ഇവള് മറ്റേ സ്കൂളിലൊക്കെ എപ്പോഴും ഇവളുടെ താത്ത എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അറിയപ്പെടല്. അന്നൊക്കെയൊരു ചെറിയൊരു ദേഷ്യം കിട്ടിയില്ല. അപ്പോ ആ സമയത്ത് നമ്മൾ നമുക്കൊരു അത്ര വലിയ സുഖകരമായിട്ടുള്ള സംഭവമല്ല. പക്ഷെ ഇപ്പൊ ഐ ഫീൽ പ്രൗഡ്. അത് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ എന്നും ചെറുതിലെ പറയും IAS ആവണമെന്ന് പറയുന്നു ചില മോട്ടിവേഷൻ ക്ലാസ്സിലൊക്കെ. അമ്മ പറയും ഓൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്നോടൊന്ന് പറയാം. ഞാനും ഉമ്മയാണ് ഏറ്റവും കണക്ട്. ഇവള് എപ്പോഴും തിരക്കിലാവും. അപ്പൊ അമ്മ പറയും അവൾ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറയാം അതാ അവളെ അമ്മക്ക് അങ്ങനെ പഠിപ്പിക്കുക. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്യും. ഇനി പഠിക്കാനായിട്ട് ഇനിയിപ്പോ സ്വന്തമായിട്ട് വേണമെങ്കിൽ കണ്ടെത്തി പുസ്തകങ്ങളൊക്കെ മേടിച്ച് വേണമെങ്കിൽ അവൾക്ക് പഠിക്കാവുന്നുള്ള, ആൾക്ക് പ്രായമുണ്ട്, വലിയ പ്രായമൊന്നുമില്ല, ജോലിയുണ്ട്. ഇനിയിപ്പോ പ്ലാൻ B വെക്കാം, കാരണം പ്ലാൻ ഓൾറെഡി ആയല്ലോ. അപ്പൊ നല്ല ഫ്യൂച്ചർ നല്ലപോലെ ആവട്ടെ. ഞാൻ ഇതിനിടയിൽ നിർത്തിയാലോ എന്ന് പറഞ്ഞില്ലേ, ആ ഒരു ഇൻസിഡന്റ് എന്താ വെച്ചാൽ എനിക്ക് B.Edന് ചേർന്നാലോ എന്നൊരു
ഒരു പൊട്ടബുദ്ധി എനിക്ക് എവിടെയോ തോന്നി. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്ത് എനിക്ക് കിട്ടി. തിങ്കളാഴ്ച എന്നോട് ഇൻ്റർവ്യൂവിന് വരാൻ പറഞ്ഞ് നിൽക്കുക, അവിടെ ജോയിനിങ്ങിന് ചെല്ലാൻ. അപ്പോഴാണ് ഞാൻ ഇവരോടൊക്കെ സംസാരിക്കുന്നത്. അങ്ങനെ ഒരു രാത്രി ഇരുന്ന് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാനെ പറ്റി അതിനാലും ഓക്കെ നിനക്കതാണെങ്കിൽ പൊക്കോ എന്ന് പറഞ്ഞ എല്ലാവരുടെയും ഇതിൽ നിൽക്കുക. അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഇവള് വന്ന് ഇൻറ്ററപ്റ്റ് ചെയ്തിട്ടാണ്, എന്തിനു പോകുന്നു നീ ബി എഡ് പോകാനൊന്നും ആയിട്ടില്ല, അത്രയ്ക്ക് എന്താണ് സ്ട്രഗിൾ ചെയ്ത് അവസാനിച്ചിട്ടൊന്നുമില്ല കാര്യങ്ങളൊന്നും, അതൊക്കെ ഒരു 30 കഴിഞ്ഞിട്ടൊക്കെ ആലോചിച്ചാൽ മതി, നീ ഇപ്പം മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കാൻ നോക്കുക. അത് അവിടെ ഞാൻ ആ ഒരൊറ്റ അവളുടെ ഒരു ഡെസിഷനിലാണ് ഞാനത്, അല്ലെങ്കിൽ അവളുടെ ഒരു വാക്കിലാണ് ഞാൻ അങ്ങനെ ഒരു ഡെസിഷൻ എടുത്തത്. ഓക്കെ നിർത്തണ്ട, ഇതാണ് ശരി എന്നുള്ളത്. നമുക്ക് ഇടയ്ക്കൊരു ആരുടെങ്കിലും കയ്യിൽ നിന്ന് ഒരു ഉറപ്പ് കിട്ടണം, നമ്മൾ മാത്രമാണ്. നമ്മളിങ്ങനെ നമ്മുടെ ലൈഫ് ഇങ്ങനെയാണെന്ന് നമ്മുടെ ഡെസിഷൻസ് പറയുമ്പം ആരെങ്കിലും നമ്മളോട് പറയണം, ഓക്കെ നീയാണ് ശരി എന്ന് മാത്രം പറയുന്നതിനൊപ്പം അതല്ല ശരി, ഇതാണ് ശരി എന്ന് മാറ്റി പറയാൻ ഒരാൾ വേണം. എനിക്കെപ്പോഴും അതിനൊക്കെ ആണെങ്കിലും നീ എന്ത് പറയുന്ന ഒന്ന് അങ്ങനെ, നിന്റെ കംഫർട്ട് എന്താണോ ഒന്ന് അങ്ങനെയായിരുന്നു. അവിടെ അത് ബ്രേക്ക് ചെയ്ത് ഇവളാ പറഞ്ഞ, ഇല്ല നിർത്താനൊന്നും ആയിട്ടില്ല, പഠിക്കെന്ന് പറഞ്ഞത് ഇവളാ. എന്താണെങ്കിലും അച്ചട്ടായി. അതുകൊണ്ടാണ് ഞാൻ അതിന് പോവാൻ്റെ ഇതിലേക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്തതും ആ വർഷം തന്നെ പ്രിലിംസും ഒക്കെ ക്രാക്ക് ചെയ്ത് വരുന്നത്. 3 മാസത്തെ ശമ്പളം അതിനുള്ള പണി എടുത്തിട്ടുണ്ട്. എന്റെ എല്ലാം ഇവർക്കൊക്കെ തന്നെ. എന്താണെങ്കിലും വിചാരിച്ചതിനേക്കാൾ സന്തോഷമുണ്ട്. അച്ചീവ്മെന്റ് കണ്ടതിൽ മാത്രമല്ല, ഫാമിലിയിൽ ഇത്രയും സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ, കാരണം ഇപ്പോൾ നല്ലൊരു വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഫാമിലി കംപ്ലീറ്റ് അങ്ങ് മാറും. ഇനിയിപ്പോൾ ആൾക്കറിയാം ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന്, അപ്പോൾ വരുന്ന അടുത്ത തലമുറയ്ക്ക് കുറെ കൂടെ നിങ്ങൾ പുഷ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര വിദ്യാഭ്യാസം നിങ്ങളുടെ ഫാമിലിക്കാണ് ആദ്യത്തെ ക്രെഡിറ്റ്. കാരണം അവരുടെ സ്ട്രഗിൾ ഒരുപക്ഷെ ആർക്കും അറിയില്ല. അപ്പം ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ സ്ട്രഗിൾ ആർക്കും അറിഞ്ഞൂടാ. അപ്പോൾ അവർക്ക് ആദ്യം തന്നെ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ ഈ പരസ്പരം കൊടുത്ത സഹായം, സപ്പോർട്ട്, കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമില്ല, എന്നാലും പത്രത്തിലൊക്കെ ഓരോ സാധനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇത് കുടുംബം തന്നെയല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോ ഓരോ വാർത്തകൾ വാങ്ങിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള നാട്ടിലും കുടുംബമുള്ള കുടുംബമായിട്ട് കുറെ പേരുണ്ട് എന്നുള്ളൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇതാക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് തന്നെ കഷ്ടപ്പെട്ടതാണ്. ഹസ്ബൻഡിന്റെ ഫാമിലിനെ കുറിച്ച് ഞാൻ സംസാരിച്ചില്ല. എന്റെ റിസൾട്ട് വരുമ്പോൾ ഞങ്ങൾ പെരുന്നാൾ ഡ്രസ് എടുക്കാൻ ഷോപ്പിലാ, അവിടെ നിന്നാണ് എൻ്റെ റിസൾട്ട് കാണുന്നത്. എൻ്റെ റിസൾട്ട് കണ്ട് ഞാൻ കരയുന്നതിന് മുന്നേ കരഞ്ഞത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മയാണ്, എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞത്. ആളുടെയൊക്കെ സപ്പോർട്ട് വളരെ ഭയങ്കര അടിപൊളിയായിരുന്നു. എൻ്റെ ഉമ്മ എൻ്റെ കുഞ്ഞിനെ ഞാൻ പഠിക്കുമ്പോൾ എന്നെയും എൻ്റെ കുഞ്ഞിനെയും ടേക്ക് കെയർ ചെയ്തത് എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു അവിടെ ഉമ്മമ്മേൻ്റെ പണിയൊക്കെ വേഗം ഒതുക്കി കുഞ്ഞിനെയും പിടിച്ചിരിക്കും, ഞാൻ പഠിച്ചോട്ടെ എന്ന് വെച്ചിട്ട്. ഭയങ്കര ഭാഗ്യമുള്ള ഒരാളാണല്ലേ, എല്ലാം നല്ലപോലെ വരുന്ന. ഹസ്ബൻഡിൻ്റെ ഉപ്പയാണേലും അനിയത്തിമാർ 2 പേരാണ്, അവരാണെങ്കിലും ഒക്കെ എനിക്ക് ഭയങ്കര, ഞാൻ ചെയ്യുന്നത് എന്താണോ അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ കുഞ്ഞിന്റെ കാര്യം പറയണ്ടല്ലോ, എന്നോടൊപ്പം കണ്ടിന്യൂസ് ആയിട്ട് എന്റെ ജേർണിയിൽ ഉണ്ടായത് അവള് മാത്രമേ. അതെ. അപ്പൊ എനിക്ക് എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ്, നിനക്കിപ്പോ ഇതിന്റെ ഒരു മൂല്യം അറിയാം, എത്ര സ്ട്രഗിൾ ചെയ്തിട്ട് അത് കിട്ടിയെന്നുള്ളത് അറിയാം. ഉറപ്പായിട്ടും ഫാമിലിയിലോ അടുത്തുള്ള കുട്ടികളോ ഒരു ഇനിയൊരു കരിയർ ഗൈഡൻസ് പോലെ ഒന്ന് ചോദിക്കും, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പൊ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ചെയ്യുക. ഇത് ഇവിടെ തന്നെ എല്ലാ അച്ഛനോടും ഞാൻ പറയുന്ന കാര്യമാണ്. ഒരു 5 പേരെ സഹായിക്കാനായിട്ട് നോക്കുക, പറ്റുന്ന പോലെ അവരും കര കയറി കഴിയുമ്പോൾ ഈ കമ്പിളിക്കണ്ടത്തിൽ പറയുന്ന ഒരു നോവലിൽ പറയുന്ന, വെള്ളത്തിൽ മുങ്ങിപ്പോകാൻ നോക്കുമ്പോൾ നീന്തൽ അറിയില്ലെങ്കിൽ അടുത്തുള്ള മരത്തിൽ പിടിക്കണം, അതിൽ കയറണം, അത് വെച്ചൊരു ചങ്ങാടം ഉണ്ടാക്കണം, കര കയറി കഴിയുമ്പോൾ അത് വേറെ ഇട്ട് കൊടുക്കണം, അയാളെ രക്ഷപ്പെട്ടെന്ന്. സംഭവം പലർക്കും ക്രിഞ്ചായിട്ട് തോന്നാം, പക്ഷേ അങ്ങനെ പിടിക്കാനൊരു തടി കിട്ടിയിട്ടുള്ളവർക്ക് അറിയാം. അപ്പോ നിന്നിലൂടെ കുറെ പേരെത്തട്ടെ, അവരോട് ഇത് തന്നെ പറയുക. തീർച്ചയായിട്ടും എല്ലാരും, എനിക്ക് നമ്മളൊരു സക്സസ്ഫുൾ പൊസിഷനിൽ എത്തിയാലല്ലേ ഇതൊക്കെ എല്ലാരോടും പറയാൻ പറ്റും. സക്സസ് ആണല്ലോ. അതെ, അപ്പൊ ഇനി തൊട്ടിട്ടാണ് ഞാനത് എല്ലാവരുടെ അടുത്തും പറയാം. ശരിയാട്ടോ, തോറ്റ ആൾക്ക് അനുഭവം കൂടില്ല, പക്ഷെ തോറ്റ ആളുടെ കഥ ആരും കേൾക്കില്ല. എന്താണെങ്കിലും വന്നതിലും കണ്ടതിലും ഒരുപാട് സന്തോഷം. ഇനിയും ഇതുപോലെ ഹാപ്പി ആയിട്ട് പോട്ടെ. സാറിനെ ഒക്കെ ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്, ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് എനിക്കും വളരെയധികം സന്തോഷം. ശമ്പളം കിട്ടി കഴിയുമ്പോൾ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ ശരി, പിന്നെ ഒരിക്കൽ കാണാം.